നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി ശിവനാഥമേന ഇരു ചെവികളും പൊത്തിപ്പിടിച്ചു. ജാൻ തന്റെ കണ്ണുകൾ മുറുക്കി അടച്ചു. ശ്രീനിയുടെ ഓർമ്മ പുറകിലേക്ക് സഞ്ചരിച്ചു. ചേട്ടാ, നിങ്ങളും നാദും തമ്മിൽ എന്താ ബന്ധം? കയ്യിൽ നിന്ന് വാറ്റി ചാരായം വായിലേക്ക് അമിഴ്ത്തി പ്രേമ രാമഭദ്രനെ നോക്കിയാണ് അത് ചോദിച്ചത്. വാറ്റിന്റെ ലയറിൽ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ ഉയർത്തി രാമഭദ്രൻ പ്രേമനെ നോക്കി. അടുത്ത ബന്ധ. കുടുംബ പേരും കുടുംബ മഹിമയൊന്നും തൽക്കാലം നീയൊന്നും അറിയണ്ട. എങ്കിലും അവൻ ചത്ത് തലക്ക് മുകളിൽ നിൽക്കുമല്ലേ, കുറച്ച് പുകഴ്ത്തി പറഞ്ഞേക്കാം. കാര്യം അവൻ എൻ്റെ സുഹൃത്തിൻ്റെ മകനാ. ഇവനാ മൂത്തവൻ. ഞാനും എൻ്റെ കൂട്ടുകാരനും ചേർന്ന് കൂട്ടു ബിസിനസ് ചെയ്ത് ഉയർത്തിപ്പൊക്കിയ എല്ലാ ബിസിനസ്സിനും മൊത്തം 100 അവകാശികളാ. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. എൻ്റെ കഷ്ടകാലത്തിന് അവൻ പോയി പ്രേമിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ ഇളയ മകളെ. പോയേ, എൻ്റെ സ്വത്തുക്കളെല്ലാം കൂട്ടുകാരൻ്റെ കുടുംബത്തിലേക്ക് പോയേ. പോട്ടെ, സാരമില്ല. അവിടെയുള്ളത് എൻ്റെ മോൾക്ക് തന്നെയാണല്ലോ. നിന്റെ നാഥൻ അവനൊരു ക്യാമറയും തൂക്കി ഊരിയുറ്റി നടക്കുന്നവനാ. കുടുംബം, കുട്ടി, പ്രാരാബ്ദമൊന്നിനോടൊന്നും അവന് താല്പര്യമില്ല. അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാ ഒരു നരന്ത് ചെക്കനുമായിട്ട് അവൻ കയറി വന്നു. പെണ്ണ് കിട്ടിയില്ലെങ്കിലെന്താ, അവകാശമായില്ലേ? അതും ഞാൻ കണ്ടില്ല എന്നടിച്ചു. കാരണം ആ തള്ളയില്ലാത്ത ചെക്കൻ എൻ്റെ ചെറുകുട്ടിയുടെ കൂട്ടുകാരനാ. രണ്ടും ഏതാണ്ട് അടയും ചക്കരയും പോലെയാ. പോരാത്തതിന് ഒരേ പ്രായവും. അപ്പോഴുണ്ട് ആ അലവരാതി നാഥൻ ബിസിനസ് ഏറ്റെടുക്കാൻ പോണെന്ന് എൻ്റെ കൺമുമ്പിൽ വന്നിരുന്ന് പറയുന്നു. അതും എവിടെയോ കിടക്കുന്ന ഒരു തയ്യൽക്കാരിക്ക് വേണ്ടി. അതവൻ്റെ വായിന്ന് അറിയാതെ വീണതാ. എത്ര ചോദിച്ചിട്ട് എവിടേക്കാ പോകുന്നെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അവൻ. അവൻ പോയി 10 ദിവസം കഴിഞ്ഞപ്പോ ഏതൊരു ബൂത്തിൽ നിന്ന് അവൻ എന്നെ വിളിച്ചു. അവൻ നിൽക്കുന്ന വീടിന്റെ അഡ്രസ് ഉൾപ്പെടെ എനിക്ക് പറഞ്ഞു തന്നു. അവനൊരു അപകടത്തിലേക്ക് പോവുകയാണെന്നോ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ വിളിച്ചില്ലെങ്കിൽ അവൻ്റെ അച്ഛനെ എൻ്റെ മോനെ അറിയിക്കണമെന്ന് അവൻ പറഞ്ഞു. എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഞാനും അങ്ങ് കരുതി. കാരണം അവൻ എൻ്റെ സുഹൃത്തിൻ്റെ മോനാണെങ്കിലും രാമച്ച രാമച്ച എന്നും വിളിച്ച് തന്തയെ പോലെ കണ്ടത് എന്നെയാ. ഞാനും കുറെ എടുത്തുകൊണ്ട് നടന്നാ. പക്ഷേ പണത്തിന്റെ മുന്നിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. അയാൾക്കൊപ്പം രാമൻ മാഷ് ഉറക്കെ ചിരിച്ചു. ഈ സാറ് ഭദ്രയുടെ തറവാട്ടി പോകാനുള്ള വഴി ചോദിച്ച എന്നോടാ. വഴി പറഞ്ഞു കൊടുക്കാൻ ഞാൻ പണ്ടേ എടുക്കനാ. അത് പ്രേമന് നല്ലോണം അറിയാം, അല്ലേ പ്രേമ? കല്യാണി ഒന്ന് പോടാ. അതെ, കയ്യിൽ ചില്ലറണി നിറയുന്നുണ്ടാ ഞാൻ ഈ പണിക്ക് കൂട്ടുന്നത്. പിന്നെ ശോഭനയെ പിടിച്ചെടുത്താൻ ആ ഭദ്രയുടെ കുഞ്ഞിനെ എനിക്ക് വേണം. അവൾക്ക് മുഴുത്ത ഭ്രാന്താ. അവൾ പ്രസവിച്ചാൽ ആ കൊച്ചിനെ വളർത്താൻ എന്തായാലും അവൾ കഴിയില്ല. ശോഭന ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയി അവളെ. അവളില്ലാതെ എനിക്ക് പറ്റില്ല. പിന്നെ അവൾക്ക് ജോലിയുണ്ട്, അങ്ങനെ കളയാനൊക്കെ. നാഥന് ഞാൻ ആകെ 2 തവണ പരിചയം മാത്രമേ എനിക്ക് അവനായിട്ടുള്ളൂ. എന്തായാലും നിങ്ങളൊന്നും പിണക്കി എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പോട്ടെ, അവനായുസ് അത്രേ വിധിച്ചിട്ടുള്ളൂ. എങ്കിലും ചെറിയൊരു സങ്കടം ഇല്ലാതില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാറ്റിൽ അഭയം പ്രാപിച്ചു. ആ കോലം, അവൻ്റെ രൂപം കണ്ണീന്ന് മായുന്നില്ല. ആ ദത്തനും ഞാനും ചേർന്നാ കെട്ടി താഴ്ത്തിയത്. 6 മാസം കൊണ്ട് അസ്ഥികൂടം പോലെ ആയിപ്പോയി. പക്ഷെ അവൻ്റെ ആ ബാഗ്, അതന്ന് നമ്മൾ വെച്ചെടുത്ത് കാണുന്നില്ല. കണ്ടുപിടിക്കാം. എന്താ രാമാനുജ, നീ മാത്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കുറ്റബോധം തോന്നുന്നുണ്ടോ നിനക്ക്? കുറ്റബോധം തോന്നിയിട്ട് ഇനി ഒരു കാര്യമില്ല. പറഞ്ഞ പോലെ അനുസരിച്ച് നിനക്കുണ്ടാവും നേട്ടം. നിനക്ക് നിന്റെ തുളസിയുടെ കൂടെ സന്തോഷമായി ജീവിക്കണ്ടേ? നാവ് കുഴിയുന്ന അവസ്ഥയിലും നടന്നൊക്കെ അതുപോലെ വിളിച്ചു പറഞ്ഞ പ്രേമൻ. പക്ഷെ രാമാനുജൻ അപ്പോഴെല്ലാം മുഖം കുനിച്ച് തന്നെ ഇരുന്നു. അതുകൊട്ടെ, നിങ്ങളെന്താ ശശിധരനെയും ദത്തിൻ്റെ മുമ്പിൽ വരാത്ത? പ്രേമൻ രാമചന്ദ്രനെ നോക്കി ചോദിച്ചു. അവൻ്റെ കാറാ കൊക്കയിൽ കൊണ്ടിട്ട് ഞാനാ. അതിൻ്റെ പുറകെ കേസും ബുക്കാറായിട്ട് കുറേ ഞാൻ അറിഞ്ഞതാ. നാളെ ഒരു സമയം ഈ തറവാട്ടിലുള്ളവർ മാനസാന്തരപ്പെട്ട് എല്ലാം വിളിച്ചു പോയാൻ ഞാൻ തോന്നും. എന്തിനാ വെറുതെ ഇരിക്കുമ്പോൾ? ഇതാവുമ്പോൾ എല്ലാ കിഴവൻ നമ്പൂരിയുടെ പേരിലും അങ്ങയുടെ മോൻ്റെ പേരിലും മാത്രം ഒതുങ്ങും. അയാൾക്ക് പിന്നെ കൊന്നും കൊല വിളിച്ചൊക്കെ നല്ല ശീല. എനിക്കിനി അതിനൊന്നും സമയം തീരല്ലടോ. എന്നിട്ട് വേണം ആ ഞരന്തിയക്കൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ. ആ കിരൺ, അവനെൻ്റെ കൊച്ചുമോന് ഭാവിയിലൊരു പാരയാ. അപ്പം മറ്റേ പയ്യനോ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെക്കനാണ് ഉപേന്ദ്രനാണ് കേട്ടാ. ആ ഭദ്രയെ കാണുമ്പോൾ അവൻ്റെ ഒരു നോട്ടം കാണണം. കൈ കിട്ടിയ അവൻ അവളെ തിന്നു. നിങ്ങൾ കണ്ടില്ലല്ലോ, അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ആ അനിരുദ്ധൻ്റെ മോന് ഒട്ടും മോശമില്ല. ഒട്ടേന്ന് തിരിഞ്ഞില്ല രണ്ടും. പ്രേമ രാമത്തിനോട് പറഞ്ഞു. അവനെൻ്റെ ഒരു പരിചയക്കാരൻ്റെ മോനാ. പെണ്ണേസിപ്പെട്ട് എൻ്റെ കൂടെ കൂടിയതാ നല്ല നടത്തം പഠിക്കാൻ.
ഞാനിപ്പോ നല്ല നടത്താവനെ പഠിപ്പിക്കുന്നത്. അവനൊരു ഇരയാടോ. നാളെ ഈ വയ്യാവലികളെല്ലാം എൻ്റെ കഴുത്തിൽ കുടുങ്ങിയ ഞാൻ എല്ലാവൻ്റെ തലയിൽ വെച്ച് അങ്ങ് ഊരും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? രാമഭദ്രന്റെ നാവിൽ നിന്ന് അതും കൂടി കേട്ടതും അത്രയും സമയം കണ്ണുനീർ വാർത്തിരുന്ന ശിവൻ എന്ന ശ്രീനിവാസൻ കണ്ണുകൾ അമർത്തി തുടച്ചു. തന്റെ മകൻ ആദിത്യനെ കുറിച്ചാണ് അവസാനം അയാൾ പറഞ്ഞതെന്ന് ശ്രീനിവാസന് മനസ്സിലായി. മാത്രമല്ല, ശിവൻ എന്ന നാദിന്റെ കൂട്ടുകാരനെ കുറിച്ച് അവരുടെ ചർച്ചയിൽ ആരും തന്നെ പറയുന്നില്ലെന്ന് കണ്ടതും ശിവനായി തന്നെ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഒപ്പം രാമഭദ്രൻ 8ന്റെ പണിയും. ഉറച്ച ചൂടുകളോടെ ശ്രീനിവാസൻ ആ പുരയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അച്ഛൻ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ എവിടെയെല്ലാം തേടി? ശ്രീനിയുടെ പെട്ടെന്നുള്ള വരവിൽ രാമഭദ്രൻ ഒന്ന് പകച്ചു. മാത്രമല്ല, അച്ഛ എന്നുള്ളവന്റെ വിളിയും. ഹലോ പ്രേമൻ, സുഖാണോടാ? പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? മറ്റൊന്ന് തീർന്നോ ആ നാഥൻ? അത് പറയുമ്പോൾ ശ്രീനിയുടെ തൊണ്ടയിടറി. എങ്കിലും അവൻ ചിരിയോടെ തന്നെ പറയാൻ ശ്രമിച്ചു. അച്ഛനെ ഞാനാ പറഞ്ഞു വിട്ട്. എല്ലാത്തിനെയും പുറകിൽ ഈ ഉള്ളവന്റെ വെളുത്ത കരങ്ങളാ. എന്താച്ചാ ഇവരോടൊന്നും പറഞ്ഞില്ലേ? ഓ സോറി, അച്ഛനറിയില്ലല്ലേ ഞാനും പ്രേമനും തമ്മിലുള്ള ബന്ധം. എന്താ പ്രേമ, നീയും പറഞ്ഞില്ലേ ഒന്നും? ഇല്ലളിയാ, നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. നീ അറിഞ്ഞോ ആ നാഥനും പത്രയും തമ്മിൽ മുടിഞ്ഞ പ്രേമായിരുന്നു എന്ന്? അവൾക്ക് വയറ്റിലുണ്ടടാ. പ്രേമൻ ആവേശത്തോടെ ശിവൻ നോയി പറഞ്ഞു. അറിഞ്ഞടാ, അവളെ രക്ഷിക്കാനല്ലേ നാഥൻ തിരികെ വന്ന്. അച്ഛനെ ഞാൻ ഇവിടേക്ക് പറഞ്ഞു വിട്ട് അവനെ അങ്ങ് തീർക്കാൻ. എന്തായാലും ആ കാര്യം ഭംഗിയായി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മടങ്ങാം അല്ലേ അച്ഛാ? ശ്രീനിവാസൻ രാമഭദ്രനെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ആ പോവാം. ടൗണിലെ ഒരു ഹോട്ടലിലാ ഞാൻ തങ്ങുന്നത്. കുടിച്ച വാറ്റിനെ കെട്ടൊക്കെ താൻ പോലും അറിയാതെ ഇറങ്ങുന്നറിയെ വിക്കി രാമഭദ്രൻ പറഞ്ഞൊപ്പിച്ചു. അപ്പൊ ആ പയ്യനും അച്ഛാ നമ്മുടെ ഇര പല്ല് അടിച്ചു പിടിച്ച ശ്രീനിവാസൻ രാമഭദ്രനെ നോക്കി ചോദിച്ചു. ഓ ഹോട്ടലിലുണ്ട്. എന്നാ വാച്ച നമുക്ക് പോവാം. തന്റെ കാർ ഹോട്ടലിൽ തന്നെ പാർക്ക് ചെയ്ത ശേഷം അധികവും രാമഭദ്രൻ ഉപയോഗിച്ചത് ഹോട്ടൽ അധികൃതർ ഏർപ്പാടാക്കിയ ടാക്സിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും തിരികെ ഹോട്ടലിലേക്ക് പോയത് ശ്രീനിവാസന്റെ കാറിലായിരുന്നു. രാമച്ചാന്ന് വിളിച്ച നാവ് കൊണ്ട് കഴിവറിയുടെ മോനെ ഒന്ന് വിളിപ്പിച്ചല്ലോടാ മോനെ. കണ്ണുനീറാണ് പൊട്ടി ഒഴുകുമ്പോഴും ശ്രീനിവാസൻ പല്ലിയരിച്ചുകൊണ്ട് തന്നെ രാമഭദ്രന്റെ മുഖത്ത് നോക്കി വിളിച്ചു. ഡ്രൈവിംഗിനിടയിൽ പലതവണ ശ്രീനിവാസന്റെ കയ്യിൽ നിന്നും കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് തന്നെ ഞാൻ എന്റെ മകനെയും കൊണ്ട് നാട്ടിലേക്ക് പോകും. നാട്ടിലെത്തിയ ഉടനെ നിങ്ങളുടെ മുഖം മൂടി വലിച്ചു കീറി രാമഭദ്രൻ എന്ന നികൃഷ്ട ജീവി എല്ലാവരുടെ മുമ്പിലും വരച്ച് കാണിച്ചു കൊടുക്കും ഞാൻ. മുൻപിൻ ചിന്തിക്കാതെ ഈ രാമഭദ്രൻ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോടാ ശ്രീനി? ഇത്തവണ ഞാൻ ഒറ്റക്കല്ലടാ. ഞാൻ കൈകോർത്ത് ആരുമായിട്ടാണെന്ന് നിനക്കറിയില്ല. ആ വലിയ നമ്പൂതിരി ചില്ലറക്കാരനല്ല. നിന്റെ മോൻ ആദിത്യനെ മുൻനിർത്തിയ ഞാനെല്ലാം ഇതുവരെയും ചെയ്തു. ഓൾറെഡി പെണ്ണ് കേസിൽ പ്രതിയായവൻ ഇനി അങ്ങോട്ട് പല കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരും. FIR എഴുതാനൊക്കെ സ്റ്റേഷനിലെ ആള് റെഡിയാ. നാദിനാദ്യം വെട്ടിയ നിന്റെ മോനാ. ഊരുതണ്ടിക്ക് ആദിത്യനാദ്യം മനസ്സിലായില്ല. ശ്രീനിയുടെ മകനാണെന്നറിഞ്ഞ അവൻ തളർന്നു. എന്നെ കൂടി കണ്ടപ്പോ അവൻ തീരെ തളർന്നു. രണ്ടാമത്തെ വെട്ട് അത് വെട്ടിയത് ഞാനാ. നടയടി എന്ന പോലെ അവന്റെ 2 കൈയും ആദ്യം ഞങ്ങളിങ്ങ് എടുത്തു. നിന്റെ മോൻ വാളും പിടിച്ചിരിക്കുന്ന ഫോട്ടോ വല്യമ്പൂരിയുടെ ചെറുകുട്ടിയുടെ ക്യാമറയിലുണ്ട്. ഒരു കാലകേയൻ. നിന്റെ മോന്റെ അതേ പ്രായാവനും. പിന്നെ നീണ്ട 6 മാസത്തെ പീഡനങ്ങൾക്ക് ശേഷം ഇന്ന് അവന് ശാപമോക്ഷം കിട്ടിയത്. അവസാന ശ്വാസം അസ്ഥിപഞ്ജരം പോലെയുള്ള അവന്റെ ശരീരത്തിൽ നിന്നും പോയി കിട്ടി. മര്യാദക്ക് കൂടെ ഇതൊന്നും ആരും അറിയില്ല. ഇല്ലെങ്കിൽ നിന്റെ മോൻ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ വല്യമ്പൂരിയുടെ വീട്ടിലാണെന്നും അവിടെ വെച്ച് ഒരു കൊലപാതകയായെന്നും ഞാൻ തന്നെ പടച്ചു വിടും. ഭദ്രയുടെ ഗർഭവും ഞാൻ അവന്റെ തലയിൽ ചുമത്തും. തെളിവ് സായുധം നിരത്തി നിന്റെ മകനെ ഞങ്ങള് പൂട്ടും. എല്ലാം കേട്ടോ ശ്രീനിവാസൻ കാറ് ചവിട്ടി നിർത്തി. ശേഷം കരഞ്ഞുകൊണ്ട് സീറ്റിൽ തലയായിച്ചിരുന്നു. നോക്ക് ശ്രീനി, നീയുമായിട്ട് എനിക്കൊരു ശത്രുതയില്ല. നിന്നെയും നാദിനെയും നാട്ടുകാർ മറന്നവട്ട. പിന്നെ എന്നെയോ നിന്റെ മോനെയോ തറവാട്ടിയുള്ളവരാരും കണ്ടിട്ടുമില്ല. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ആൾക്കാരാ. ആ ഭദ്ര എന്ന പെണ്ണിന് നാദിനെ പോലും ഓർമ്മയില്ല. കഥയുടെ കഴിഞ്ഞു. നീ നിന്റെ മോനെയും കൊണ്ട് നാട്ടിലേക്ക് പോയിക്കോ. പോയി സമാധാനമായിട്ട് ജീവിക്കുക. എൻ്റെ കുടുംബക്കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം. രാമഭദ്രൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അത്രയും പറഞ്ഞ് ശ്രീനിവാസൻ ജാനെ നോക്കി. എല്ലാം കൂടി കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതായി. ഞാനവിടെ തിരികെ പോയി. ഒരു ഹോട്ടലിൽ ആരും അറിയാതെ 2 മാസത്തോളം ഞാൻ താമസിച്ചു.
ശേഷം ഞാൻ ഒരൊറ്റ തീരുമാനമെടുത്തു. കൊല്ലണം. എന്റെ നാദിനെ ഇല്ലാതാക്കിയവർ ഒന്നടങ്കം കൊല്ലണം. ഒപ്പം എന്റെ മോനെ രക്ഷിക്കണം. 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരികെ വന്നു. ആദ്യം ഞാൻ രാമാനുജനെ ലക്ഷ്യം വെച്ച് അയാളെ ഞാൻ പതുങ്ങിയിരുന്ന് അടിച്ച് അവശനാക്കി. ആദ്യമൊക്കെ ഭീഷണി മുഴക്കിയവൻ ചെയ്തു പോയ തെറ്റിന് മാപ്പപേക്ഷിച്ചുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് മറിഞ്ഞിരുന്ന രാമമാഷ് ഓടി രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടതാ. മറ്റെന്തോ പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ശശിധരനും ഭാര്യ ഒരു പ്രായം ചെന്ന സ്ത്രീ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടത്. ഭദ്ര പ്രസവിച്ചു എന്ന് ഞാൻ ഊഹിച്ചു. ഈ ഒറ്റകൾ കൊച്ചിനെ കടത്താനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്പം കഴിഞ്ഞ് ശോഭനയും പ്രേമനും വീട്ടിലേക്ക് ഓടിക്കയറുന്നു. അവരെ തേടി തുളസി വരുന്നൊക്കെ ഞാൻ കണ്ടു. കുറേ സമയം കഴിഞ്ഞ് മഴയിലൊരു കുടയും പിടിച്ച് നടന്നു പോകുന്ന പ്രേമനെ ഞാൻ കണ്ടു. എൻ്റെ ലോറിയിൽ ഞാൻ അയാളെ ഫോളോ ചെയ്തു. അപ്പോഴാ രാമച്ചൻ്റെ കാർ അയാൾക്ക് മുമ്പിൽ നിർത്തുന്നു. ആ കാർ മുന്നോട്ട് പോകുന്ന ഞാൻ കണ്ടത്. ഏകദേശം ആലപ്പുഴ വരെ ഞാൻ ആ കാർ ഫോളോ ചെയ്തു. പെട്ടെന്നൊരു സ്ഥലത്ത് പ്രേമൻ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ലോറി കാറിലേക്ക് ഇടിച്ചു കയറ്റി പലതവണ. വിജനമായ സ്ഥലമായതുകൊണ്ട് ആരും കണ്ടില്ല. പ്രേമനെ ലോറിയുടെ പുറകിൽ കിടത്തി രാമച്ചനെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു. പക്ഷേ 2 പേരും എന്നെ നല്ലപോലെ കണ്ടു. ചത്തില്ലെങ്കിൽ നീയൊക്കെ ജീവിതകാലം മുഴുവൻ നരകിക്കുന്നത് എന്റെ കണ്ണോട് ഞാൻ കാണും. നോയിക്കോ. എന്റെ നാദിനും എന്റെ മകനും വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അതും പറഞ്ഞ് കരഞ്ഞോണ്ട് ഞാൻ ഉറക്കെ ചിരിച്ചു. എന്റെ നാദിന്റെ മുഖം മാത്രമായിരുന്നു അപ്പം എന്റെ മനസ്സിൽ. പ്രേമനെയും കൊണ്ട് ഞാൻ തിരുവനന്തപുരം വരെ തിരികെ വന്നു. ആളൊഴിഞ്ഞ റോഡരികിൽ ഞാൻ അവനെ ഉപേക്ഷിച്ചു. രാമമാഷിനെ ഞാൻ കൊന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാ. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ അവിചാരിതമായി ആലപ്പുഴയിൽ വെച്ച് ഞാൻ കാണുന്നു. അയാൾ എന്ത് ചെയ്യുന്നെന്ന് ഞാൻ അവിടെ അന്വേഷിച്ചു. അയാളൊരു വരത്തനാണെന്നും കുറച്ചു വർഷമായി അവിടെ ഒരു കട നടത്തി വരുന്നതെന്നും നാട്ടുകാർ രാമമാഷിനെ കുറിച്ച് പറഞ്ഞു. ഒരു 2ാം കെട്ടുകാരെ കെട്ടി അവരിൽ അയാൾക്കൊരു മോനുണ്ടെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഞാൻ അവനെ കൊല്ലേണ്ടെന്ന് കരുതിയതാ. പക്ഷേ അവനൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. ആ സ്ത്രീയുടെ ആദ്യ ബന്ധത്തിലുണ്ടായ മോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, ഭാര്യയെ തല്ലിച്ചതിക്കുന്ന മുഴുക്കുടിയനായിരുന്നു അവനപ്പോ. വർഷങ്ങളോളം ആ സ്ത്രീയുടെ പുറകെയാണെന്ന് ഇഷ്ടം പറഞ്ഞ് കെട്ടിയ ശേഷം ആ ദുഷ്ടൻ അവളോട് അവിടെ മോളോട് അത്രയും കാണിച്ചു കൂട്ടിയത്. അവനെ പേടിച്ചിട്ട് അവരെന്തോ കോൺവെന്റിൽ അഭയം പ്രാപിച്ചു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. കൊന്ന് കെട്ടി തൂക്കി. ശോഭന ടീച്ചറുടെ ആക്സിഡന്റ് പുറകിൽ ആദിത്യനാ. അതും ഞാൻ പറഞ്ഞിട്ട് തന്നെയാ. ഇപ്പോഴും ഒരു സംശയം ബാക്കിയാണ് ശ്രീനിയങ്ങൾ. ജാന്റെ സ്വരം നയഞ്ഞതിൽ തെല്ലൊരു ആശ്വാസം തോന്നി ശ്രീനിവാസന്. നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച അത്രയും കൊലക്ക് കൂട്ടുനിന്നവരെയാണ്. അതും നിങ്ങളുടെ മകന് വേണ്ടി മാത്രം. എന്തുകൊണ്ട് നിങ്ങൾ ശശിധരനെയും ഫാമിലിയെയും വെറുതെ വിട്ടു? വൈ? ഐ വിൽ ടെൽ യു. ബിക്കോസ് നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച നിങ്ങളുടെ പ്രിയ സുഹൃത്ത് നാഥിന് വേണ്ടി ആയിരുന്നില്ല. നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ. നിങ്ങളുടെ മകനെ നേരിട്ട് കണ്ടവരെ മാത്രം. ശശിധരനും കുടുംബം ആദിത്യനെയോ അച്ഛനെയോ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് നേരെ അന്നുണ്ടായ ആക്രമണം. നിങ്ങൾ പോലും അറിയാതെ എന്നെ പിന്തുടരുന്ന വ്യക്തി ആദിത്യനാ. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങളെയും കൂട്ടി തിരിക്കുന്ന വിവരം നിങ്ങൾ വഴി തന്നെ ആദിത്യൻ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ജീവന് പോലും ആദിത്യം വില കൽപ്പിച്ചിട്ടില്ല ശ്രീനിയങ്ങൾ. എന്റെ ഒപ്പം നിങ്ങളും മരിക്കട്ടെ എന്ന് അവൻ കരുതി കാണും അല്ലേ? ശ്രീനിവാസന് ഒന്നും മിണ്ടാ മുഖം കുനിച്ചു. പക്ഷെ എനിക്ക് വേണ്ടത് കൊല്ലാൻ ശ്രമിച്ചവരെയല്ല, കൊന്നവരെയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞേക്ക് ഞാൻ അവന്റെ പുറകെ ഉണ്ടെന്ന്. ഇരയെ പാത്തിരുന്ന് പിടിക്കുന്നതിനേക്കാൾ കിക്ക് ചേസ് ചെയ്ത് പിടിക്കുന്നില്ല. അവൻ ഓടട്ടെ, ഓടി ഓടി തളരട്ടെ. അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ശ്രീനിവാസന്റെ ഫോൺ കയ്യിലെടുത്തു ഞാൻ. അത് ശ്രീനിവാസന് നേരെ എറിഞ്ഞുകൊണ്ടാവും പറഞ്ഞു, സെൻഡ് യുവർ ലൈവ് ലൊക്കേഷൻ ടു someone after checking without internet connection is on or not. ഇല്ലെങ്കിൽ പാതി വഴിയിൽ സ്റ്റക്ക് ആവും. മേൽമംഗലം അനിരുദ്ധ നമ്പൂതിരിയുടെ അലസ്യയോടെ കണ്ണുകൾ തുറന്നു. മേൽമംഗലം മനയിലെ രഹസ്യാറയിലായിരുന്നു അയാൾ. അമാവാസി ദിവസം മുതൽ തുടങ്ങി 41 ദിവസം വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച് 7 ആവർത്തി പച്ച ചാണം കൊണ്ട് മെഴുകി നിരപ്പാക്കിയ തറയിൽ കളിമണ്ണ് കൊണ്ട് ചാത്തന്റെ രൂപമുണ്ടാക്കി കാട്ടുമുല്ലപ്പൂവ് കൊണ്ട് അർച്ചന നടത്തി. നിഗൂഢ താളിയോലിൽ നിന്നെടുത്ത രഹസ്യമന്ത്രം 101 തവണ എല്ലാ രാത്രികളിലും ജപിച്ച് 8 പടി നീളമുള്ള ചൂരൽ വടി മടിയിലേക്ക് വെച്ച് ചാത്തനെ ആവാഹിച്ച് ചൂരൽ കോലിൽ കയറ്റിയ ശേഷം ഒരു വിജയിയെ പോലെ അയാൾ അലറി, 336 പ്രയോഗങ്ങൾ താൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇടതുവശത്തെ പുതുക്കലത്തിൽ കരുതിയ ജലം വലതുവശത്തെ പുതുക്കലത്തിലുള്ള തീക്കനിലേക്ക് ഒഴിച്ച് കനൽ കെടുത്തിയ ശേഷം ചാത്തന് സമർപ്പിച്ച ഒരു കലം കള്ളയാൾ വായിലേക്ക് അമഴ്ത്തി. ചൂരൽവടി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വയം താൻ കുട്ടിച്ചാത്തനാണെന്ന ഭാവത്തിൽ അയാൾ അലറി, ചാത്താ ചാത്താ, ഓം കരുവീര
കരുങ്കുട്ടിച്ചാത്ത മുത്തലച്ചിവറ്റ കരിവീര സ്വാമി, നിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ വാ വാ വന്നെനിക്ക് വശമായിരിക്ക സ്വാഹ. കൊണ്ടുവാ, എനിക്കെന്റെ കാര്യം കൊണ്ടുവാ, എനിക്ക് അവരെ കാണണം. പോയി കൊണ്ടുവാ. ഒരു ഭ്രാന്തനെ പോലെ അയാൾ അലറി. പറഞ്ഞു കഴിഞ്ഞില്ല. വാതിൽ തുറന്ന് കാരകേൻ അകത്തേക്ക് വന്നു. ഒപ്പം മുകുന്ദനും. അച്ഛാ, ഞാൻ അച്ഛന് മുമ്പിൽ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അച്ഛനെയും മോനെയും കൂട്ടിച്ചിരിക്ക് ചേരാത്ത മുഖവും വെച്ച് ഭയം നിളിച്ചുകൊണ്ട് മുകുന്ദൻ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. ഇതിന്റെ ഒരു കുറവും കൂടി മുകുന്ദനുണ്ടായിരുന്നു. പൂർത്തിയായി. അച്ഛാ, ആദിത്യന്റെ അച്ഛൻ അവന്റെ പിടിയിലായി. ഇപ്പൊ കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിരിക്കണം. പക്ഷെ നീലാംബരി, അവളിപ്പോ ആദിത്യന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. കാരിയുടെ സന്തോഷം അനിരുദ്ധനിലും പ്രകടമായി. കാരി, എനിക്ക് അവളെ വേണം. കൊണ്ടുവാ, ഒരു തവണ, ഒരേ ഒരു തവണ, എന്നിട്ട് നീ എടുത്തോ. പക്ഷേ എനിക്ക് വേണം ആദ്യം അവളെ. അത്രക്ക് മോഹിച്ചു പോയി ഞാൻ അവളെ. ഭദ്രയെ കിട്ടിയില്ല. അവളുടെ മോളെങ്കിലും എനിക്ക് കിട്ടിയേ തീരൂ. ആർത്തിയോട് അനിരുദ്ധം പറഞ്ഞു. കാലി നോക്കിയത് മുകുന്ദനെയാണ്. ചുമരിൽ ഒട്ടിച്ചു വെച്ച പോലെ ഒരേ നിൽപ്പാണ് മുകുന്ദൻ. അവന് നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് കാലി വീണ്ടും അനിരുദ്ധന്റെ നേർക്ക് തിരിഞ്ഞു. അച്ഛാ, അത് മണ്ടത്തരവാ. ആ പെണ്ണിനോടുള്ള ആർത്തിയാണ് നമ്മളെ അന്നും കുഴപ്പത്തിലേക്ക് ചാടിച്ചത്. എന്റെ ഈ വലത് കയ്യിൽ അവൻ നിറയൊഴിച്ച്. അതുപോലെ ഇനി ഉണ്ടാവാൻ പാടില്ല. ആദ്യം അവന്റെ പത്തി അടിച്ചുടിക്കണം. ആ ജയ് ശിവനാഥ് മേനോന്റെ. അവനൊരു വിഷസർപ്പമാണ്. ആ നാഥനെ പോലെ അവനെയും ബലിക്കല്ലിലൊടുക്കണം. അതിന്റെ ആദ്യപടിയായി അവനെ താഴ്ത്തണം. അതിനവന്റെ കുടുംബക്കാർ തളരണം. എല്ലാം ഞാൻ ആദ്യമായി സംസാരിച്ചു വിട്ടിട്ടുണ്ട്. നീലാംബരി ആരാണെന്ന് ആ വീട്ടിൽ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. പക്ഷെ ബാക്കിയുള്ളവർ കൂടി അറിയണം. അതും നമ്മൾ അറിയിക്കുന്ന രീതിയിൽ, അവളുടെ വീട്ടിൽ വെച്ച്. നീലാംബരി അവന്റെ വീട്ടുകാരവിടെ വീട്ടിൽ ഉപേക്ഷിച്ചു പോകും. അവിടെ നിന്നും അവളെ നമ്മൾ പൊക്കും. അന്ന് ഭദ്രയെ രക്ഷിക്കാൻ നാഥൻ വന്ന പോലെ നീലാംബരിയെ രക്ഷിക്കാൻ ജാൻ വരും. അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം. എനിക്ക് പറ്റിയാൽ ആ മറ്റവനെയും തീർക്കണം, ആ കിരണിനെ. കാലിയുടെ വാക്കുകളിൽ ആവേശം ഒരു വേള മുകുന്ദനിലും പടർന്നു. എല്ലാവരും ഉപയോഗിച്ച് ചണ്ടിയായ നീലാംബരിയെ പിന്നീട് എന്ന നീക്കുമായി താൻ സ്വന്തമാക്കും. മുകുന്ദൻ അവന്റെ മനസ്സിൽ കണക്കുകൂട്ടി. ജാൻ സാർ, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കാലകെ നേരെ പോയത് അവന്റെ തറവാട്ടിലേക്കാണ്. ഒപ്പം ആ മുകുന്ദനുണ്ട്. സാറ് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. അവനൊരു സംശയം തോന്നിയിട്ടില്ല. ഗുഡ് ഗൗതം, എല്ലാവരെയും ഒരു കൊടുക്കയിൽ കൊണ്ടുവരണം. ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഞാൻ വഴി അറിയിക്കാം. അതും പറഞ്ഞ് ഗൗതമിന്റെ കോൾ ഞാൻ കട്ട് ചെയ്തു. നീലാംബരി ആകെ വല്ലാതെയായി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് തങ്ങൾ തങ്ങിയ ഹോട്ടൽ മുറി വെച്ച് എല്ലാവരും ചേർന്ന് ആ തീരുമാനമെടുത്ത്. തുടക്കമിട്ട് മാധവിയായിരുന്നു. തിരുവനന്തപുരം വരെ വന്ന സ്ഥിതിക്ക് നീലാംബരിയുടെ തറവാട് വരെ പോകാതെ തിരികെ പോകുന്ന മോശമല്ലേ? വിവാഹം കഴിയുന്നതിന് മുമ്പ് അത്രയൊരു ചടങ്ങൊക്കെ നാട്ടു നടപ്പായിട്ടുണ്ടായിരുന്നു. അതോ നടന്നില്ല. ഇനിയും പോയില്ലെങ്കിൽ അത് മോശ. മാധവി പറയുമ്പോൾ എതിരഭിപ്രായം പറയാൻ ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നീ പറഞ്ഞ ശരിയാ മാധവി. നാട്ടു നടപ്പ് പോലെ നിലമോളുടെ തറവാട്ടിൽ പോയി വിവാഹം ആലോചിച്ച് ഉറപ്പിക്കാനിരുന്നതന്നെയാ ഞങ്ങള്. പക്ഷേ ഉണ്ണിക്കുട്ടന്റെയും നിലമോളുടെയും വിവാഹം നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയി. പിന്നീട് അങ്ങോട്ട് ഓരോ തിരക്കായിരുന്നില്ലേ. റിസപ്ഷൻ ഗ്രാൻഡായിട്ട് നടത്തണമെന്ന പ്ലാൻ പോലും ചീറ്റിപ്പോയി. ശ്രീയാണെങ്കിൽ ഏതോ എമർജൻസി കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ താമസം തുടങ്ങി. ശിവയാണെങ്കിലോ പിള്ളേരുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് കാര്യങ്ങൾ തിരക്കില്ല. കിരണിനെയും കാവ്യയും വിവാഹശേഷം ഒരു മിന്നായം പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നിലമോളുടെ മുത്തശ്ശി ആശുപത്രിയിലല്ലേ, എല്ലാവരുടെയും തിരക്കഴിയട്ടെ എന്ന് ഞാനും ഓർത്തു. ജയേന്ദ്രൻ അത്രയും പറഞ്ഞു. നീലാംബരിക്ക് വലിയ ആശ്വാസം തോന്നി. തന്റെ തറവാടിലേക്ക് ആരെയും കൊണ്ടുപോകാൻ അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട നാഥ് കൊല്ലപ്പെട്ട സ്ഥലമാണത്. ആ അറിവോടുകൂടി താൻ ഒരിക്കലും അവരവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല, പ്രത്യേകിച്ച് ഗ്രാൻഡ്മയെ. ആ പാവം തനിക്ക് ഒരു കാലത്തും തീരില്ല. നീലാംബരി മനസ്സിലായി ഓർത്തും മാധവി വീണ്ടും സംസാരിച്ചു തുടങ്ങി. തിരക്കുള്ളവരൊക്കെ പിന്നെ വന്നോട്ടെ. കുടുംബത്തിലെ കാരണവരുടെ സ്ഥാനത്തുള്ളവർ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ശ്രീയുടെ അച്ഛനും അമ്മയും പിന്നെ ശാരദേച്ചിയും ഞാനൊക്കെ ഇല്ലേ. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നീലാംബരിയുടെ അമ്മയൊന്ന് കാണാലോ. പാവം കാലൊടിഞ്ഞ് കിടപ്പിലല്ലേ. നീലാംബരിക്കും കാണില്ലേ അമ്മയൊന്ന് കാണാൻ കൊതി. മാധവി പറഞ്ഞുകൊണ്ട് ആദിത്യനെ നോക്കി. ഇരുവരുടെയും മുഖത്തൊരു കൂട്ടമായ ചിരിമിന്നി. ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അമ്മയെ എപ്പോ വേണേലും കാണാലോ. എല്ലാവർക്കും സൗകര്യമുള്ള ദിവസം നോക്കി നമുക്ക് വരാം, അതല്ലേ നല്ലത്. ഒന്ന് പതിരെങ്കിലും നീലാംബരി എല്ലാവരെയും നോക്കി അങ്ങ് പറഞ്ഞു. പക്ഷെ ജയേന്ദ്രനും കനകമെല്ലാം എന്തോ ആലോചനയിലാണ്. ആ ശരിയാ, ഞാൻ അത് ഓർത്തില്ല. നമുക്ക് ഭദ്രയൊന്ന് പോയി കണ്ടു കളയാം, അല്ലേ മനുഷ്യ? ശിവക്കും ശ്രീക്കൊക്കെ എപ്പോഴും വേണേലും വരാലോ. നമ്മൾ അങ്ങനെയാണോ? വല്ലപ്പോഴും അല്ലേ ദൂരയാത്രകളൊക്കെ ചെയ്യാറുള്ളൂ. നീലമോളുടെ അമ്മയുടെ കാലൊടിഞ്ഞ് കിടന്നിട്ട് ഇവരൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ലെങ്കിൽ
ബന്ധുക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ അല്ലേ ജയേട്ടാ? പറഞ്ഞു കൊടുക്കാനകം ജയേന്ദ്രനെ നോക്കി. അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി. നാളെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷം മേലാറ്റൂർ തറവാട്ടിലേക്ക് പോകാൻ അവർ തീരുമാനമെടുത്തു. നീലാംബരി ആകെ അവതാളത്തിലായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.